ഗുഡ് മോർണിംഗ്. അപ്പോൾ ദ ഡേയ്സ് എന്താ ഡേറ്റ് 4th അല്ലേ? ദിസ് ഇസ് 4th of January. ഇർഫാദ് ഉണ്ട്, അമ്മറ്റ് ഇർഫാദ്സ് ഹൗസ്. ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ദർ ഇസ് ഇർഫാദ് ടെസ്റ്റിംഗ് ഔട്ട് ഇസ് ന്യൂ ലൈറ്റ്സ്. ഇർഫാദ് എങ്ങനെയുണ്ട് ലൈറ്റ്സ്? നമ്മൾ ഇന്നലെ കാറെടുത്ത് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇർഫാദ് പറഞ്ഞു അവന് ഒന്നുകൂടി പുറത്ത് കറങ്ങാൻ പോകണം. ബിക്കോസ് ഇറ്റ് വാസ് എ ലീവ് ഫോർ ഹിം. അവിടെ ഞങ്ങൾ കറങ്ങാൻ പോയി. തിരിച്ച് വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ട് ഇർഫാദ് പറഞ്ഞു വീട്ടിൽ ഉറങ്ങാം. ബിക്കോസ് ഇവൻ്റെ വീട്ടിൽ AC ഗോസ് ടിൽ 16. അത് ഇല്ല, എൻ്റെ വീട്ടിൽ 18 ആവുള്ളൂ. അപ്പോൾ ഇർഫാദിൻ്റെ വീട്ടിലായിരുന്നു. സോ വി ആർ ടെസ്റ്റിംഗ് ഔട്ട് ഹിസ് ന്യൂ ലൈറ്റ്സ് വിച്ച് ഹി ബോട്ട് ഫ്രം Zepto ഫോർ ജസ്റ്റ് 9 rupees. ഗൈസ്, ഇതാണ് ഇർഫാദിൻ്റെ ലൈറ്റ്സ്. ദിസ് ഇസ് ഇർഫാദ്സ് ലൈറ്റ്സ് വിച്ച് ഹി ഗോട്ട് ഫോർ, that's the light. He got it for 9 rupees from Zepto. So if you guys are planning to buy lights, go for Zepto. അവർ ക്യാഷ് ബാക്കും തരും, ഐറ്റംസും തരും. ഓക്കെ ഗൈസ്, ഇർഫാദ് വർക്ക് ചെയ്യുകയാണ് ഇവിടെ. ആൻഡ് വി ആർ ഹെൽപ്പിംഗ് ഹിം ബൈ ഗിവിങ് ഹിം ഇമോഷണൽ സപ്പോർട്ട്. ലൈറ്റ്സ് ഇട്ട് കഴിഞ്ഞു വിത്ത് മൈ ഹെൽപ്പ്. ആൻഡ് ഇങ്ങനെ ഇരിക്കുന്നേ രാത്രി കാണാൻ അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. നമ്മളിപ്പോഴും ഇർഫാദിൻ്റെ വീട്ടിലാണ്. ഉറക്കമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. സോ സമയം ഇപ്പോൾ 5:52 PM വൈകിട്ടായി. ഇന്നത്തെ ദിവസം ഉറങ്ങി തീർത്തു. ഇർഫാദിൻ്റെ ലൈറ്റ്സ് ലുക്സ് റിയലി നൈസ്. ഇപ്പോൾ യു ഗൈസ് ക്യാൻ സീ ഇറ്റ് ഹിയർ. ലുക്സ് പ്രിറ്റി ഫൈൻ. ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഇർഫാദ് വിൽ ബി ഡ്രോപ്പിംഗ് മീ ദർ. വെയിൽ മാറാൻ വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയി. സമയം ഇപ്പോൾ 5:52 PM. അപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഇർഫാദ് പറയുന്നു ഇർഫാദ് ഈ റൂമിൽ കിടക്കാതെ വേറെ റൂമിൽ പോയി കിടന്നത് എൻ്റെ കൂർക്കം വലി കാരണമാണെന്നാണ് പറയുന്നത്. ഡു യു ഗൈസ് ഹാവ് സ്നോറിങ് ഇഷ്യൂസ്? നിങ്ങൾ എന്താണ് അതിൻ്റെ സൊല്യൂഷനായി കാണുന്നത്? സ്നോറിങ് വലിയൊരു ഇഷ്യൂ ആണ് ഗൈസ്. ഇഫ് യു ഗൈസ് ഹാവ് സ്നോറിങ്, ഡു ടേക്ക് മെഡിസിൻസ് ഫോർ ഇറ്റ്. ബാംഗ്ലൂർ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഹസ്ലിൻ എന്നോട് പറഞ്ഞു നിനക്ക് കൂർക്കം വലി ഉണ്ടെങ്കിൽ വി ഹാവ് എ പ്രോഡക്റ്റ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ദ വേ തിങ്സ് ആർ ഗോയിങ് എനിക്ക് തോന്നുന്നു എനിക്ക് സൂൺ കൂർക്കം വലിക്ക് മരുന്നെടുക്കേണ്ടി വരും. ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് എ പ്രിറ്റി സീരിയസ്. കാരണം വേറൊരാളുടെ സമാധാനം നമ്മ കാരണം പോകുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അതെ, സോ വിൽ വർക്ക് ഓൺ ഇറ്റ്, വിൽ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നമ്മളപ്പോൾ വി ആർ റൈറ്റ് നൗ അറ്റ് വണ്ടർല. ഇർഫാദ് വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇർഫാദ് പറഞ്ഞു മൊറോക്കൻ ഷവായി കഴിക്കാൻ പോവാമെന്ന്. ഞങ്ങളപ്പോൾ മൊറോക്കൻ ഷവായി കഴിക്കാൻ പോകുന്ന റൂട്ടിൽ വണ്ടർലയിൽ കയറി. ദാറ്റ്സ് അസ്. ഇർഫാദ് വരൂ. ഇർഫാദിൻ്റെ കൂടെ. സോ വി ആർ റൈറ്റ് നൗ അറ്റ് വണ്ടർല. ദിസ് ഇസ് ഫുൾ ഓഫ് ലൈറ്റ്സ്. കൊള്ളാൻ. വെറുതെ മേളിൽ പോയി നോക്കിയിട്ട് തിരിച്ച് വിൽ ഗോ ബാക്ക് ടു താൽ കിച്ചൺ. വാവ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലൈറ്റ്സ്. നിങ്ങളിത് കാണുക. എല്ലാവരും പോകുന്നു, ചില്ല് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. സോ ഐ തിങ്ക് വി ആർ അറ്റ് ദ ടോപ്പ് റൈറ്റ് നൗ. ന്യൂ ഇയർ ആയിട്ട് ഇട്ടതായിരിക്കുമല്ലേ ലൈറ്റ്? അത് ക്രിസ്മസ് ആയിട്ടാണ്. അറിഞ്ഞ എന്തോ ഒക്കേഷനാണെന്ന് ഐ ഡോണ്ട് നോ ദ ഒക്കേഷൻ. പക്ഷേ ഇറ്റ്സ് ഫുൾ ഓഫ് ലൈറ്റ്സ്. ഓർ മേ ബി വണ്ടർല ഇങ്ങനെയായിരിക്കും. ഒരു ദിവസം അന്നം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പിന്നെ വി ഡോണ്ട് ഹാവ് ദ ഫണ്ട്സ് ടു കം ഹിയർ. ആരെങ്കിലും സ്പോൺസർ ചെയ്യുമെങ്കിൽ വിൽ ബി ഗോയിങ് ടു വണ്ടർല സൂൺ. ദിസ് വണ്ടർല അഗൈൻ. പോലീസല്ലേ? പോലീസ് വളരെ എന്താണെങ്കിലും എന്താ തിരിച്ചു പോകാം. വാവ് ഗൈസ്, ദിസ് ഇസ് ദ ലൈറ്റ്സ്. നമ്മൾ പോകുന്നവിടെ പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ താലിൽ പോയിട്ട് കാണാം. ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ വി ആർ ഗോയിങ് ടു താൽ. നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ അടുത്തെത്തി. ദിസ് യൂണിവേഴ്സിറ്റി ഈസ് ഫിൽഡ് വിത്ത് ലൈറ്റ്സ് ഗൈസ്. നിങ്ങൾക്ക് യു ഗൈസ് ക്യാൻ സീ ഫോർ യുവർ സെൽഫ്. ഇവിടെ ഫുൾ ഓഫ് ലൈറ്റ്സ് ആണ്. പിന്നെ അതേ ഉള്ളിലും ലൈറ്റ്സ്. പിന്നെ അറ്റത്തോട്ട് അവിടെയും പോകുമ്പോഴും ലൈറ്റ്സ് ആണ്. ഒരു ഹോൾ ഏരിയ ഇസ് കവേർഡ് വിത്ത് ലൈറ്റ്സ്. ഉള്ളിൽ കയറാൻ ചോദിച്ചു, പക്ഷേ ഇതേറ്റോൾ പെർമിഷൻ ഇല്ലാതെ കയറാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ദ ലൈറ്റ് ഏരിയ
a whole circle which is surrounded with lights in Kochi campus. മതിൽ ചാടുന്നുണ്ട്, പക്ഷേ ക്യാമറ ഉണ്ടാവും. റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റിയ ടൈം അല്ലാത്തതുകൊണ്ട് എടുക്കത്തില്ല. യു ഗൈസ് ക്യാൻ സീ ദ ലൈറ്റ്സ്. ദിസ് പ്ലേസ് ഇസ് ഫിൽഡ് വിത്ത് ലൈറ്റ്സ്. കുറേ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഇറ്റ് ഇസ്. നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ബാക്ക് പുറകിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് ഐ ഇൻ ദ റോഡ് റൈറ്റ് നൗ. നമ്മൾ ഇവിടെ നിന്ന് കാണുന്നു. സോ യാ ദാറ്റ്സ് ഇറ്റ്. കുറച്ചുകൂടി കണ്ടോളൂ. ബ്യൂട്ടിഫുൾ പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ. ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ കഴിച്ച ഇൻഫ്യൂസ് ചിക്കൻ അല്ലാതെ ഇന്ന് ഇർഫാദ് ഷുഗർ ഫ്രീ ഐസ്ക്രീമും കേക്കും എനിക്ക് തന്നായിരുന്നു. ഞാനത് മാത്രമാണ് കഴിച്ചത്, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. നമ്മൾ താലെത്തി. വി ആർ ഹാവിങ് മൊറോക്കൻ ഷവായി സൂൺ. താൽ കിച്ചൻ. ഹലോ, നമ്മളപ്പോൾ മൊറോക്കൻ ഷവായി ഓർഡർ ചെയ്തു. ഇർഫാദും ഞാനിവിടെ കഴിക്കുന്നത് ഫുൾ മൊറോക്കൻ ഷവായി വിത്ത് നൂൽ പൊറോട്ടാസ്. പിന്നെ ഇർഫാദിന് ബീഫ് കഴിക്കാൻ കൊതിയാണ്. ഇർഫാദ് BDF വാങ്ങിച്ചിട്ടുണ്ട്. ഇർഫാദ് ഓർഡർ ചെയ്ത BDF വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇർഫാദിനോട് റേറ്റിംഗ് ചോദിക്കാം. ഇർഫാദ് റേറ്റിംഗ് പറയൂ. ഓൺ 10. ഗൈസ്, മൊറോക്കൻ ഷവായി വന്നു. ദിസ് ഇസ് മൊറോക്കൻ ഷവായി. ഒരു ഫുൾ മൊറോക്കൻ ഷവായി ഉണ്ട്. വിൽ ബി ഹാവിങ് ഇറ്റ് വിത്ത് നൂൽ പൊറോട്ട. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം. ഏറ്റവും ബെസ്റ്റ് ഐറ്റം ഇവിടുത്തെ മൊറോക്കൻ ഷവായി. സോ ദിസ് ഇസ് എ റിമൈൻഡർ, എല്ലാവരും പയ്യെ കഴിക്കണം. സ്പീഡിൽ കഴിച്ചാൽ പല്ലുകൊണ്ട് നാവിൻ്റെ അല്ലെങ്കിൽ കവളിൻ്റെ സൈഡിലെ തൊലി പോവും. നല്ല വേദനയുണ്ട്, കഴിക്കാൻ പറ്റിയില്ല. കഴിക്കാൻ പറ്റി. നമ്മളപ്പോൾ ചായപ്പീടികയിൽ വന്നിരിക്കുകയാണ്. വി ഹാവ് എ ന്യൂ മെമ്പർ ഇൻട്രൊഡക്ഷൻ. ദിസ് ഇസ് തക്കുടു, ഓൾസോ നോൺ ആസ് ഇർഫാൻ. ഇന്നലെ SI സെലക്ഷനോ ഇന്നലെ വരെ മീശ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് മീശ കളഞ്ഞ SI സെലക്ഷൻ ക്വാളിഫൈ ആയില്ല. സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സുഖം, അങ്ങനെ പോകുന്നു. ഹൗസ് ലൈഫ് ഈസ് ഗുഡ്. ഓക്കെ. പിന്നെ ഹൗ വാസ് SI സെലക്ഷൻ ആൻഡ് പ്രോസസ്? ഓക്കെ ഗൈസ്, ഇർഫാൻ പറയുന്നത് ഫ്ലോപ്പായിരുന്നു എന്നാണ്. അപ്പോൾ ബാക്കി ഇനിയും വ്ളോഗ്സിൽ ഇർഫാനെ കാണാൻ പറ്റും. ദിസ് ഇസ് തക്കുടു. ഹലോ, നമ്മളിപ്പോൾ കാക്കനാട് NGO ക്വാർട്ടേഴ്സിൽ നിന്ന് ഉപ്പിലിട്ട പിണ്ടി, പൈനാപ്പിൾ മുതലായ ഐറ്റംസ് കഴിക്കാൻ വേണ്ടി പോവാണ്. അംവത്ത്, ഇർഫാൻ ആൻഡ് തക്കുടു. പിന്നെ അതർ ഗൈസ് ആർ ഓൺ ദ വേ. വേറെ വണ്ടിയിലുണ്ട്. സോ അവിടെ ചെന്നിട്ട് കഴിച്ചിട്ട് ഐ ലെറ്റ് യു ഗൈസ് നോ ദി ടേസ്റ്റ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഐറ്റംസ് ദെയർ. അപ്പോൾ ഓക്കെ, കാണാം ഗൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ ഓടിച്ചിട്ട്? ഉപ്പിലിട്ടത് വളരെ നല്ലതായിരുന്നു. ഓക്കെ.